അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ എന്നാണ് നമ്മളെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യം. റമളാനാകാൻ കാത്തിരിക്കുകയാണ്. പള്ളിയും വീടുമൊക്കെ വൃത്തിയാക്കി മാസം കാണാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നവർ, റമളാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ എന്ന പ്രസ്താവന സത്യസന്ധമാകണമെങ്കിൽ എന്താണ് റമളാൻ എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. ആ ബോധ്യത്തിൻ്റെ പിൻബലത്തിലായിരിക്കണം ഈ കാത്തിരിപ്പ്. അങ്ങനെ റമളാനിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്ന ആയത്താണ് ഞാൻ ഓതി വച്ചത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമളാൻ മാസം. ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ ദിവസവും പുതിയ ഗ്രന്ഥങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു ഖുർആനെങ്കിൽ അതത്ര കാര്യമാക്കേണ്ട സംഗതിയൊന്നും അതിലില്ല. പക്ഷെ ഖുർആനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള വഴികാട്ടിയാണ്, മാർഗദർശനമാണ് അത്. വബയ്യിനാത്തിൻ മിനൽ ഹുദ, നിർമാർഗത്തിൻ്റെ വശങ്ങൾ വ്യക്തത വരുത്തുന്നതുമാണ് അത്. വൽ ഫുർഖാൻ, സത്യവും അസത്യവും ശരിയും തെറ്റും വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്നതുമാണത്. ഈ മൂന്ന് വിശേഷണങ്ങൾ ചേരുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, എഴുതിയുണ്ടാക്കിയതല്ല, അത് മനുഷ്യ സൃഷ്ടിയല്ല. അതാണ് ഉൻസില, അവതരിപ്പിക്കപ്പെട്ട മാസം എന്നതാണ് വിശുദ്ധ റമളാനിൻ്റെ സവിശേഷത. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, അതിന് നമ്മളെന്ത് വേണം എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ എനിക്കെന്താണ് അതുകൊണ്ട് കാര്യം? ആ അർത്ഥത്തിൽ വിഷയത്തെ സമീപിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു വർഷത്തെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള, തെറ്റുകൾ വൃത്തിയാക്കാനുള്ള സന്ദർഭമാണിത് എന്നതാണ്. എന്തുകൊണ്ടൊരു വർഷത്തിൽ ഒതുക്കിയെന്ന് ചോദിച്ചാൽ അടുത്ത വർഷം വീണ്ടും റമളാൻ വരുന്നു എന്നതുകൊണ്ടാണ്. റമളാനു ഇലാ റമളാന മുകഫിറാത്തും മാ ബൈനഹുന്ന. ഒരു റമളാൻ അടുത്ത റമളാൻ വരേക്കുള്ള പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ്, തെറ്റുകൾ പരിഹരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. തിരുമേനി വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്, മൻ സ്വാമ റമളാൻ, റമളാനിൽ ആരെങ്കിലും നോമ്പെടുത്താൽ വ അറഫ ഹുദൂദഹു,
ആ നോമ്പിൻ്റെ അതിർവരമ്പുകൾ, അതിൻ്റെ അച്ചടക്ക നിയമങ്ങൾ, അതിൻ്റെ വ്യവസ്ഥകൾ, ചിട്ടകൾ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. വതഹഫള മിമ്മ യംബഗി അൻ യതഹഫള മിൻഹു, അതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തേണ്ട സകല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുകയും ചെയ്താൽ കഫറ ദാലിക മാ ഖബ്ലഹു, അയാളുടെ അതിനു മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അതുവഴി പരിഹരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം അതിന് നിനക്കെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ മാലിന്യങ്ങൾ, നമ്മുടെ അഴുക്കുകൾ വൃത്തിയാക്കാനുള്ള അസുലഭ സന്ദർഭമാണ് റമദാൻ മാസം. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ള മറ്റൊരു പേര് അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ മിഅ്റാജാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ വിശ്വാസി അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകുന്ന സന്ദർഭമാണ്. നമ്മൾ തുടങ്ങലിന് അങ്ങനെയാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിന്നു, എൻ്റെ മുഖം ഞാൻ അവനിലേക്ക് തിരിച്ചു. എൻ്റെ കുട്ടികളോ മക്കളോ കുടുംബമോ കച്ചവടമോ ഒന്നും ഇപ്പം എൻ്റെ മുന്നിലില്ല, പരിഗണനയിലില്ല, ഞാനും പടച്ചവനും മാത്രം. ഈ നമസ്കാരത്തെക്കുറിച്ച് പറയാറുള്ളത് മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസി അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന ഇബാദത്ത് എന്നാണ്. എന്നാൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിൻ്റെ ഓർഡർ അനുസരിച്ച് മലക്കുകളും ജിബ്രീലും അലൈഹിമുസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ്. ഒരു മാസക്കാലം നമ്മുടെ കൂട്ടാളികൾ മലക്കുകളാണ്, അവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കിടയിലാണ് അവരുണ്ടാവുക. അങ്ങനെ ഒരു മാസക്കാലം മലക്കുകളോടൊന്നിച്ച് സഹവസിക്കുന്ന സവിശേഷമായ ഒരു മാസമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം റമദാൻ മാസമാണ്. ഹജ്ജ് നടക്കുന്ന മാസമോ പ്രവാചകൻ ജനിക്കുകയും മരിക്കുകയും ചെയ്ത റബീഉൽ അവ്വലോ ഒന്നും വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മാസം റമദാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഖുർആൻ റമദാനിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടതെങ്ങനെയെന്ന് പരിശീലിപ്പിക്കുന്ന ട്രെയിനിങ് കാലമാണ് യഥാർത്ഥത്തിൽ അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ചട്ടവട്ടങ്ങൾ ഖുർആനികമായി ചിട്ടപ്പെടുത്തണമെങ്കിൽ അതിന് നമുക്ക് പ്രേരണ വേണം, സമ്മർദ്ദം വേണം, പ്രോത്സാഹനം വേണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ, ഒരു സുഹൃതം കൊണ്ട്, ഒരു നല്ല കാര്യം കൊണ്ട് ഒരാൾ അള്ളാഹുവിൻ്റെ സാമീപ്യം റമദാനിൽ തേടിയാൽ കാന കമൻ അദ്ദ ഫരീളതൻ ഫീമാ സിവ, റമദാൻ അല്ലാത്ത കാലത്ത് ഒരു ഫർള് നിർവഹിച്ചതുപോലെയാണ് അത് പരിഗണിക്കുക. ഇനി ഒമൻ അദ്ദ ഫരീളതൻ ഫീഹി, ഒരു ഫർള് റമദാനിൽ നിർവഹിച്ചാലോ കാന കമൻ അദ്ദ സബഈന ഫരീളതൻ ഫീമാ സിവ, റമദാൻ അല്ലാത്ത കാലത്ത് 70 ഫർളുകൾ നിർവഹിച്ച പുണ്യം, പ്രതിഫലം അതിന് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം, ഉപയോഗപ്പെടുത്തുന്നവർക്ക് വലിയ നേട്ടങ്ങളും ലാഭങ്ങളും ലഭിക്കുന്ന ഒരു മാസമാണ് റമദാൻ എന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവൻ അങ്ങനെ പോയിക്കോട്ടെ. ഒരാൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിലോ അവന് നേട്ടം കിട്ടൂല, മെച്ചമില്ല, ലാഭമില്ല, അത്രയല്ലേ ഉള്ളൂ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്നൊരു പക്ഷേ ഇബ്ലീസ് നമ്മളോട് പറയാം. അവിടെയാണ് തിരുമേനി പറഞ്ഞത് ഖാബ വഖസിറ, പൊളിഞ്ഞു, പരാജയപ്പെട്ടു, മൻ അദ്റക റമദാൻ, റമദാൻ എത്തിയിട്ടും വലം യുഗ്ഫർ ലഹു, പാപങ്ങൾ പൊറുപ്പിക്കാത്തവൻ, റമദാനിലെ ഈ അനുകൂല സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ കഴിയാത്തവൻ പൊളിഞ്ഞു, പരാജയപ്പെട്ടു എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ലാഭം കിട്ടൂല എന്ന് മാത്രമല്ല, നഷ്ടം സംഭവിക്കുക കൂടി ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ റമദാൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ അനുഗ്രഹ സാധ്യതകളുള്ള മാസമാണെങ്കിൽ ആ റമദാനിനെ ഏറ്റെടുക്കാൻ, സ്വീകരിക്കാൻ, ഉപയോഗപ്പെടുത്താൻ നാം
മെനക്കെടണം, തീരുമാനിക്കണം. അങ്ങനെ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ, ഏറ്റെടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ പണി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ മനസ്സിൽ വരെ പള്ളിയൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കണം, മാറാലൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം, വീട് ക്ലീൻ ചെയ്യണം. പലപ്പോഴും പല പഴയ വീടുകളിലും നനച്ചുകുളിയുടെ ഭാഗമായി ക്ലീനാക്കാൻ വേണ്ടി മാത്രം വസ്തുക്കളുടെ പല വീടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ക്ലീൻ ചെയ്ത് വെച്ച ആ സാധനം ഈ വർഷം ക്ലീൻ ചെയ്യാൻ എടുത്തു എന്നല്ലാതെ അതിൻ്റെ അടുക്ക് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില പഴയ വസ്തുക്കൾ വരെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യും? റമദാനിൻ്റെ വരവിനോടനുബന്ധിച്ച് ക്ലീനാക്കും. പക്ഷെ അവിടെ നിന്നല്ല തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. റമദാനിനെ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം ബാക്കിയുള്ള പുറത്ത് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നനച്ചുകുളി എന്നുള്ള പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരൊറ്റ ആയത്തും ഒരൊറ്റ ഹദീസും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ മനസ്സിലെ മാറാല തട്ടിയാൽ പോരാ, പലപ്പോഴും നമ്മൾ മനസ്സിൽ ചലന്തിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് റമദാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ മനസ്സിൻ്റെ നിലപാടിനനുസരിച്ചാണ് ഏതൊരു കർമ്മത്തിൻ്റെയും മാർക്കറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാനിനെ ഏറ്റെടുക്കാൻ മനസ്സ് പാകപ്പെടണം. ഇതൊരു ഏടാകൂടം ഈ ചൂട് കാലത്ത് നമ്മളെ തലയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നല്ല നമ്മളെ മനസ്സ് പറയേണ്ടത്. മനസ്സതിന് പാകപ്പെടണം. മനസ്സുകൊണ്ട് റമദാനിനെ ഏറ്റെടുക്കാൻ പറ്റണം. നാം റമദാനിൽ എത്തിപ്പെട്ടവരല്ല, റമദാൻ ചോദിച്ചു വാങ്ങിയവരാണ്. കണ്ടല്ലേ, ഞാൻ വന്ന് കുടുങ്ങിപ്പോയി, എത്തിപ്പെട്ടുപോയി. അങ്ങനെ റമദാനിൽ എത്തിപ്പെടേണ്ടവരല്ല, റമദാനിനെ ചോദിച്ചു വാങ്ങിയവരാണ് നമ്മൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. 2 മാസം മുമ്പ് നമ്മൾ ദുആ തുടങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ പാകപ്പെടണം. ആ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യത്തെ എത്ര ഗൗരവത്തിൽ നമ്മുടെ മനസ്സ് സമീപിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ആ കാര്യത്തിന് നമ്മുടെ ശരീരം ഫിറ്റാകുക. നിങ്ങളിപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, റമദാനിനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഇപ്പോൾ ഫോൺ വരികയാണ്, ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കേട്ടാൽ ആ ആൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അയാളുടെ മാനസികാവസ്ഥ മാറി. ഒരാൾ രോഗിയായിട്ട് ഇരിക്കുകയാണ്, ചിലപ്പോൾ വീട്ടിൽ കിടക്കുകയാണ്, പനിയോ വയറിളക്കോ ഒക്കെ ആയിട്ട്. ആ സമയത്താണ് ഉമ്മാക്ക് സുഖമില്ല, ICU എന്നുള്ള വിവരം വരുന്നത്. ആ പനി തുടരുമോ, അയാൾ എണീറ്റ് ഓടുമോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ മനസ്സ് അതിനോട് സമീപിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിനോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റാകും. ചിലപ്പോൾ വീടുകളിൽ കല്യാണമൊക്കെ ഉണ്ടാവും, അതിഥികളൊക്കെ വന്നിട്ടുണ്ടാവും. ആ വീട്ടുകാരൻ പ്രായം ചെന്ന രോഗിയായ വിശ്രമത്തിലുള്ള ഒരാളായിരിക്കും. അയാൾക്ക് ശാരീരികമായി ആ കല്യാണം വിജയിപ്പിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, അയാൾ രോഗിയാണ്. പക്ഷേ അയാൾ അടങ്ങിയിരിക്കില്ല, അയാൾ എണീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ മക്കളും വേറെ മക്കളും അതിഥികളൊക്കെ പറയും, നിങ്ങൾ വീണ പണിയാ, നിങ്ങളവിടെ ഇരുന്നോളി. അവർക്ക് വേണ്ടി ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ എണീക്കും. എന്താ പ്രശ്നം? അയാളുടെ മനസ്സ് ആ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നത് കൊണ്ട് അടങ്ങിയിരിക്കാൻ അയാളുടെ ശരീരം അയാളെ അനുവദിക്കുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു. റമദാനിനെ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം. റമദാനിൽ നമ്മൾ കുറേ ദിക്റുകൾ ചെല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിക്റുകൾ ചെല്ലാറുണ്ട്. അതിനേക്കാൾ ഏറെ ചില ദിക്റുകൾ മലയാളത്തിലും ചൊല്ലാറുണ്ട്. അത് ഉറക്കം, മയക്കം, ക്ഷീണം, ചൂട്, തളർച്ച, ഇങ്ങനെയുള്ള കുറേ പരാതികളാണ്.
ആ പരാതികളുടെ ഉറവിടം നമ്മുടെ മനസ്സ് സീരിയസ് ആയിട്ട് ഈ സംഗതിയെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇതിനർത്ഥം ശാരീരികമായി പ്രായം ചെന്ന ആളുകൾക്കോ രോഗമുള്ള ആളുകൾക്കോ പ്രയാസം ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ട് ഇതൊരു ചൂടാണ്, ഇതിനേക്കാളും വലിയ ചൂടത്താണെങ്കിലും ഞാൻ റമദാനിനെ ഉൾക്കൊള്ളും. ഇതൊരു ക്ഷീണമാണ്, ഇതിനേക്കാൾ വലിയ ക്ഷീണം വന്നാലും ഞാൻ റമദാനിൻ്റെ ഭാഗമാകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നനച്ചു കുളിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സംഗതി നമ്മുടെ ശ്രദ്ധ പതിയണം എന്ന് തോന്നിയത് ബാധ്യതകളിൽ നിന്ന് നമ്മൾ മുക്തരാകുക. ബാധ്യതകൾ അതിലെടുത്തു പറയേണ്ടത് മനുഷ്യന്മാർക്കിടയിൽ ആരോടെങ്കിലും പകയോ ദേഷ്യമോ വിരോധമോ പുകയോ മനസ്സിലുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. കാരണം റമദാനിൽ നമ്മൾ കാര്യമായി ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, പാളിച്ചകൾ, പോരായ്മകൾ മായ്ക്കണ പണിയാണ്. അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, റമദാൻ കൊണ്ട് കിട്ടാനുള്ളത് മായ്ക്കലാണ്. നമ്മുടെ പരിധിയിലുള്ള നമുക്ക് മായ്ക്കാൻ പറ്റുന്ന, മറ്റുള്ളവരോട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മായ്ക്കാതെ നമ്മുടേത് മായ്ക്കാൻ നമ്മൾ മെനക്കെട്ടിട്ട് അത് നടക്കുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും ചേർന്നതല്ല, അനുവദനീയമല്ല, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല, അൻ യഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനോട് അഥവാ മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കൽ, വിട്ടു നിൽക്കൽ, അകന്നു നിൽക്കൽ, ഫൗഖ സലാത്തി ലയാലിൻ, 3 ദിവസങ്ങൾക്കപ്പുറം, എൽത്തഖിയാനി, അവർ കണ്ടുമുട്ടും, ഫയോരിലുഹാദ വയോരിലുഹാദ, ഒരാൾ അങ്ങോട്ട് തിരിയും, ഒരാൾ ഇങ്ങോട്ട് തിരിയും, ഫോൺ വിളിക്കും, മറ്റേ ആൾ അറ്റൻഡ് ചെയ്യില്ല, മെസ്സേജ് അയക്കും, പ്രതികരിക്കില്ല. ഇങ്ങനെ പരസ്പരം പുറം തിരിഞ്ഞുകൊണ്ടുള്ള നിൽപ്പ് പരമാവധി അനുവദിച്ചിട്ടുള്ളത് 3 ദിവസമാണ്. ബന്ധങ്ങളിൽ വിള്ളൽ ചിലപ്പോൾ വലിയ വിള്ളലായിരിക്കും. മരിച്ചാലും ഞാൻ പുറത്തു വരില്ല, ഞാൻ മരിച്ചാലും മറക്കൂല എന്നൊക്കെ നമ്മൾ പ്രതികരിക്കുന്ന സ്വഭാവത്തിൽ അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്ന വീഴ്ചകൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരാം. അവിടെ പോലും അകന്നു നിൽക്കാൻ, പിണങ്ങി നിൽക്കാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി സമയം 3 ദിവസമാണ്. അപ്പോൾ ഖൈറുഹുമ, ആ 2 പേരിൽ ഉത്തമൻ അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം പറഞ്ഞ് നന്നാകാൻ മുൻകൈയെടുക്കുന്നവനാണ്. അപ്പോൾ ഒരു കാരണവശാലും 3 ദിവസത്തിലധികം പരസ്പരം പിണങ്ങി നിൽക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ വിശ്വാസിയെ അനുവദിക്കുന്നില്ല. ഇത് നമ്മളിലേക്ക് നമ്മൾ ഈ ഹദീസ് വെച്ചിട്ടൊന്ന് പഠിക്കണം. എവിടെയെങ്കിലും ആരോടെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, യാ ബുനയ്യ, പൊന്നു മോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഇശ്ശുൻ ലി അഹദിൻ ഫഫഅൽ, മനസ്സിൽ ആരോടും പകയില്ലാതെയാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും, അഥവാ ഫുൾ ടൈം നിനക്ക് കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. മനസ്സിൽ ആരോടും പക വെക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സുമ്മ ഖാലലി, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, വദാലിക മിൻ സുന്നത്തി, അതെൻ്റെ സുന്നത്തിൻ്റെ ഭാഗമാണ്, അതെൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ സുന്നത്തിനെ ആര് സജീവമാക്കിയോ നിലനിർത്തിയോ നടപ്പാക്കിയോ അവൻ തീർച്ചയായും എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകും. എന്താ ഇപ്പോൾ പറഞ്ഞേ? ഇപ്പോൾ പറഞ്ഞെന്താ? മനസ്സിൽ ആരോടും പകവെക്കാതെ ജീവിക്കാൻ കഴിയുന്നത് സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ജീവിക്കാൻ വഴിയൊരുക്കലാണ്. സ്വർഗത്തിൽ കടക്കാനല്ല, പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കഴിച്ചുകൂട്ടാനുള്ള അവസരമുണ്ടാക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പറ്റണം. എത്ര വലിയ തെറ്റ് നമ്മളോട് ചെയ്തവനോടാണെങ്കിലും അത്ര വലിയ മാപ്പ് അവനോട് കൊടുക്കാൻ നാം പാകപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുമായ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഒരു വ്യഭിചാര ആരോപണം നാട്ടിലുയർന്നു. ആ ആരോപണം ഉയർന്നപ്പോൾ ഖുർആൻ ആ വിഷയത്തിൽ സംസാരിക്കാതെ കുറച്ച് മൗനം പാലിച്ചു. ആ കാലയളവിൽ പലതും അതിനെക്കുറിച്ച് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വകയിൽ ഒരു പെങ്ങളായ സ്ത്രീയുടെ മകനാണ് മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന വ്യക്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി അദ്ദേഹത്തിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരു സ്വഹാബി. അദ്ദേഹം ആയിഷ ബീവിയെക്കുറിച്ച് അവർക്കെന്തോ കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന ചില സംസാരങ്ങൾ നടത്തി. സ്വാഭാവികമായും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അത് വേദനിപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് മുതൽ മിസ്തഹിന് ഞാൻ കൊടുത്തിരുന്ന എല്ലാ സൗകര്യങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ചെലവിൽ എൻ്റെ കുടുംബത്തെ അങ്ങനെ മാന്തേണ്ടതില്ല എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്. ആ വർത്തമാനം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്അ, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യന്മാരും സാമ്പത്തിക സുസ്ഥിതിയുള്ളവരും നിലപാടെടുക്കാൻ പാടുള്ളതല്ല, തീരുമാനമെടുക്കാൻ പാടുള്ളതല്ല, ശപഥം ചെയ്യാൻ പാടുള്ളതല്ല. എന്ത്? അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാക്കീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അടുത്ത ബന്ധുക്കൾക്കോ മുഹാജിറുകൾക്കോ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാളികൾക്കോ ഒന്നും കൊടുക്കുകയില്ല എന്ന് നിലപാടെടുക്കാൻ പാടുള്ളതല്ല. വൽ യഅഫു, അവർ മാപ്പ് കൊടുക്കട്ടെ. വൽ യസ്ഫഹു, അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് അള്ളാഹ് പറയുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എത്ര വേദനിപ്പിച്ചാലും മാപ്പ് കൊടുക്കാതിരിക്കാൻ ന്യായമല്ല. അതിനനുസരിച്ച് മാപ്പിൻ്റെ പവർ കൂട്ടിയ നിർവാഹമുള്ളൂ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ തുറക്കപ്പെടും യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത സകല അടിമകൾക്കും ആ 2 ദിവസങ്ങളിലും അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരാൾക്കൊഴികെ, കാന ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, അവനും മറ്റൊരാളും തമ്മിൽ പകയുണ്ട്, മറ്റൊരാളോട് തെറ്റി നിൽക്കുന്നുണ്ട്, അവർക്കൊഴികെ. ഫയഖൂൽ, അവരുടെ കാര്യത്തിൽ അല്ലാഹ് എന്താ പറയുക? അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, 3 പ്രാവശ്യം ആ ഹദീസിൽ അത് ആവർത്തിക്കുന്നുണ്ട്. ഇവരെ നിങ്ങളവിടെ നിർത്തി, ഓല് രണ്ടാളും കൂടി നന്നാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫയല് അവർ തമ്മിൽ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ തുടർന്നുള്ളൂ എന്നാണ്. എന്നാൽ അവർ തമ്മിൽ കണ്ടാലോ അവിടെ മാപ്പ് കൊടുക്കാനല്ല, കാല് പിടിക്കാനല്ല, കാൽക്കൽ വീഴാനല്ല, എന്തിനും തയ്യാറായിട്ടുണ്ടാവും. പക്ഷേ നേരം കഴിഞ്ഞു പോയി, ഇനി അതിനൊന്നും അവസരമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നും, ഞാൻ എല്ലാ കാര്യത്തിനും വിട്ടുവീഴ്ച ചെയ്യണവനാണ്, ഞാൻ വളരെ ഉഷാറാണ്. പിന്നെ ഓനോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഓൻ അത്രയും പ്രയാസം ഉണ്ടാക്കുന്ന പണിയാണ് എന്നോട് ചെയ്തത്. ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ആ ചെയ്തത്. ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതാണോ അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തെറ്റ് മാപ്പിന് അപ്പുറം ഗുരുതരമാണ് എന്നതാണ് പ്രശ്നം. ആ പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലി ഖറാബ, റസൂലെ എനിക്കുണ്ട് ചില ബന്ധുക്കൾ, അസ്ലുഹും, ഞാൻ അവരുമായി ബന്ധം ചേർക്കും, ഞാൻ ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും, വീട്ടിൽ പോകും, എല്ലാം ചെയ്യും. വയഖ്തഊനി,
അവർ ഞാനുമായുള്ള എല്ലാ ബന്ധവും മുറിക്കും. വീട്ടിൽ കയറി ചെന്നാൽ എന്തിനാ അങ്ങോട്ട് വന്ന് എന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞില്ല, എനിക്കെന്താ അവിടെ പോയിക്കോ എന്ന് പറഞ്ഞാൽ ആട്ടി വിടും. ഫോൺ ചെയ്താൽ അറ്റൻഡ് ചെയ്യില്ല, അഥവാ അറ്റൻഡ് ചെയ്താൽ തന്നെ തിരിച്ച് തെറി പറയും. ഇങ്ങനെ ബന്ധം മുറിക്കാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യും. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ നന്മയും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ തിന്മയും അവരെന്നോട് ചെയ്യും. അവരോട് പരമാവധി സംയമനം പാലിച്ച് വിവേകത്തോടു കൂടി ഞാൻ ഇടപെടും. അവരെന്നോട് അന്തക്കേട് മാത്രം ചെയ്യും. ഇങ്ങനെയുള്ള കുറച്ച് ബന്ധുക്കളുണ്ട് റസൂലെ എനിക്ക്. ഇതാണ് ചോദ്യം. റസൂൽ മറുപടി പറയണില്ല, ഇൻകുന്ത കമാ ഖുൽത, നീ പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യങ്ങളെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, വെണ്ണീർ അവരെ കൊണ്ട് തീറ്റിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. വെണ്ണീർ വായിലേക്കാണ് തിരികെയല്ലത്, താഴോട്ടും പോകില്ല ഇങ്ങോട്ടും പോരൂല. ഈ അവസ്ഥയിൽ അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാ യസാലു മഅക മിനല്ലാഹി ദഹീറുൻ അലൈഹിം, അവർക്കെതിരെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായി നിന്നോടൊപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാ ദുംത അലാ ദാലിക്, നീ ആ നിലപാട് തുടരുന്ന കാലത്തോളം. റസൂൽ ആ സഹാബിയോട് പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ജിഞ്ഞ് വല്ലാതെ വൈത്തല കൂടണ്ട, അതിന് പോലും പഠിച്ചോനായിട്ട് ആയിക്കോട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ ഇനിയും അവരോട് ബന്ധം പുലർത്താൻ, അവർക്ക് നന്മ ചെയ്യാൻ, അവരോട് വിവേകത്തോടെ പെരുമാറാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ ശ്രമത്തിൽ നീ ആകുന്ന കാലം അത്രയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു സഹായി നിന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബന്ധങ്ങൾ മറ്റുള്ളവരോട് എവിടെയെങ്കിലും മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ റമദാനിലെത്തുന്നതിന് മുമ്പ് അത് നമ്മൾ പരിഹരിക്കണം. പിന്നീട് നമുക്ക് ഈ സമയത്ത് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റമദാനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ടത് തൗബ ഇസ്തിഗ്ഫാർ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗബ മടങ്ങലാണ്. നമ്മൾ പോകുന്ന വഴി തെറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യമാകുമ്പോൾ ആ തെറ്റിയ ഇടത്ത് നിന്ന് ശരിയിലേക്ക് തിരിച്ചു നടക്കുന്നതിനാണ് തൗബ എന്ന് പറയാം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടലാണ്. തൗബ ചെയ്യണമെങ്കിൽ അപ്പോൾ ആദ്യം എന്തുവേണ്ടി വരും? തെറ്റിയിടത്ത് നിന്ന് എവിടെ നിന്നാണോ തെറ്റിയ പോയിട്ടുള്ളത് അവിടേക്ക് തിരിച്ചു വരലാണ് തൗബ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തൗബ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? എവിടെയാണ് തെറ്റിയത്, തെറ്റായ വഴിയിലൂടെ എത്രത്തോളം പോയിട്ടുണ്ട്, ഇത് നമുക്ക് തിരിയണം, ഇത് നമുക്ക് ബോധ്യം വേണം. തൗബയുടെ 2 ഷർത്തുകൾ ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ചെയ്തു പോയ തെറ്റിൽ കുറ്റബോധമുണ്ടാവുക. രണ്ടാമത്തേത്, ഇനി ആ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് തീരുമാനമെടുക്കുക. നമ്മളെ തൗബയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണ് തെറ്റിയത്, എത്രത്തോളമാണ് തെറ്റിയത്, അതിൻ്റെ കണക്കൊന്നും നമ്മളെടുത്തില്ല. ഇസ്തിഗ്ഫാറും അങ്ങനെ തന്നെ. പാപങ്ങൾ പൊറുക്കാൻ ഏത് പാപം പൊറുക്കണ്ട്? അത് പഠിച്ചവൻ എൻ്റെ കിതാബ് എൻ്റെ അടുത്തുണ്ട്. ഇജാ കിതാബ് എടുത്ത് നോക്കിയിട്ട് അതിലുള്ള തെറ്റൊക്കെ കണ്ടിച്ച് ഇജാണ് വായിച്ചാളാ, ഞാൻ ഭയങ്കര തിരക്കിലാണ്, ഇജ് ഫ്രീ അല്ലേ. ഇതാണ് നമ്മുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ പടച്ചോ നമ്മളൊരു പണിക്കാരനാണ്. അതല്ല കൂട്ടരെ തൗബയും ഇസ്തിഗ്ഫാറും. പിന്നെന്താണ്? നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തണം. എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെ പാളിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ആ തെറ്റിയതിൽ നമുക്ക് കുറ്റബോധമുണ്ടാകണം. ആ തെറ്റിനി ആവർത്തിക്കുകയില്ല എന്ന നിശ്ചയം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. എന്നിട്ടാണ് പഠിച്ചവനോട്, പഠിച്ചവൻ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നീ അത് പുറത്തു തരണമെന്ന് പറയേണ്ടത്. അപ്പോൾ തൗബ ഇസ്തിഗ്ഫാറിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, അതൊരു ഹോൾസെയിൽ ഇടപാടല്ല. അതൊരു ഹോൾസെയിൽ ഇടപാടല്ല. അത് ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പറഞ്ഞ് പരിഹരിക്കേണ്ട കേസാണ്.
അപ്പോൾ റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു പാഠ്യപുസ്തകം തയ്യാറാക്കണം. എന്തൊക്കെ തെറ്റുകളാണ് എൻ്റെ അടുത്തുള്ളത്, എന്തൊക്കെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. അത് ചിലത് നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും, ചിലത് നമ്മളെ ഇണയോടോ തുണയോടോ ഉറ്റ സുഹൃത്തുക്കളോടോ കൂടെ ഉള്ളവരോടോ ചോദിച്ച് പഠിക്കേണ്ടി വരും. എന്നെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ, എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ. സഹാബിമാർക്ക് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളെ കണ്ട വാടാ നമുക്ക് കുറച്ചൊരു ഈമാൻ കൊള്ളാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേറ്റ് ഇരുത്തിയിട്ട് എന്നെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ടാ, ഞാൻ തിരുത്തേണ്ട ഒരു തെറ്റ് പറഞ്ഞുകൊണ്ടാന്ന് പറയും. അപ്പോൾ അവൻ പറയാം എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതങ്ങനെയൊന്നും ഇല്ലട്ടാ, എനിക്ക് തോന്നിയതാണ്, ന്യായീകരിക്കാൻ നിൽക്കില്ല. ആ സംഗതി പഠിക്കും, ശരിയാണെങ്കിൽ റബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുത്തും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്? തൗബ, ഇസ്തിഗ്ഫാർ. അതങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയല്ല. അതാണ് യഥാർത്ഥത്തിൽ റമദാനിൻ്റെ മർമ്മം. ഒരു കൊല്ലത്തെ പാപങ്ങൾ മായ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം പറഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇനിയിപ്പോൾ ഏതായാലും റമദാനിൽ തൗബ ഇസ്തിഗ്ഫാർ തന്നെയല്ലേ പണി, അല്ലേ? അങ്ങനെ നമുക്ക് തോന്നാം. റമദാൻ മാസം വന്നിട്ട് ചെയ്യേണ്ട കാര്യപ്പെട്ട പണിയാണിത്. ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു അതിഥി വരികയാണ്. തിരുവനന്തപുരത്തു നിന്നോ കൊല്ലത്തു നിന്നോ കുറേ ദൂരം നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. ആ അതിഥി വിളിച്ചു പറയുന്നു, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്താം, അവിടെ ഉണ്ടാവില്ലേ? സന്തോഷത്തോടെ നമ്മൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരുപക്ഷെ നമുക്ക് എവിടെയും പോകാനുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ കാത്തു നിൽക്കുന്നു. ആ അതിഥി വരുമ്പോൾ ഒക്കെ നമ്മൾ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സജ്ജരാക്കുന്നു. അതിഥി കയറി വന്നപ്പോൾ നമ്മൾ ഇരുത്തി ജ്യൂസൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ചൂലെടുത്തിട്ട് ഇങ്ങനെ വരിക. എന്തിന്? അതിഥി വരുമ്പോഴേക്കുള്ള ക്ലീനിങ്ങിന്. അറിയാതെ പെട്ടെന്ന് എത്തിപ്പെട്ട അതിഥിയല്ല, എത്തുമെന്ന് പറഞ്ഞു, 10 മണിയാകുമ്പോഴേക്ക് വരുമെന്ന് പറഞ്ഞു. അതിഥി വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിഥിയുടെ വരവിനോടനുബന്ധിച്ചുള്ള ക്ലീനിങ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്, അതിഥികളൊക്കെ വന്ന് പന്തലിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരുത്തങ്ങനെ ഒരു കയ്യിൽ ബ്രഷും മറ്റേ കയ്യിൽ പെയിൻറ്റും പാത്രമായിട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് പെയിൻ്റ് അടിക്കാൻ വന്നതാണ്. ആ ബ്രഷ് വാങ്ങിയിട്ട് ഓനെ പെയിൻ്റ് അടിച്ച് വിടും നമ്മളപ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരതിഥി വരുന്നതിൻ്റെ മുമ്പ് വൃത്തിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ അതിഥി വന്നതിന് ശേഷം ചെയ്യുന്നത് ഉചിതമല്ല. റമദാൻ വരുന്നതിന് മുമ്പ് പാപങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിശുദ്ധന്മാരായി റമദാനിനെ സ്വീകരിക്കണം എന്നാണ് നമ്മളെ മനസ്സ്. ആ മനസ്സിൻ്റെ പ്രായോഗിക രീതിയാണ് നനച്ചുകുളി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇപ്പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറും നടത്തേണ്ടത് എപ്പോഴാണ്? റമദാനിലാണോ റമദാനിൻ്റെ മുമ്പാണോ? റമദാനിലും അല്ലാത്ത കാലത്ത് ഒരുപോലെ നടക്കേണ്ട പണിയാണ്. പക്ഷേ റമദാൻ കാത്തിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തൗബ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റമദാനിൻ്റെ മുമ്പ് തന്നെ പരമാവധി നമ്മൾ ക്ലിയറാക്കേണ്ട കാര്യമാണ് അത്. പിന്നെ ഒരു സംഗതി ഉള്ളത് കുടുംബ പ്ലാനിങ് ആണ്. എന്ന് പറഞ്ഞാൽ അതിഥി നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകളാണ് അതിഥികൾ. ആ അതിഥികൾ നമ്മളോടൊപ്പമുള്ള കാലത്ത് നമ്മൾ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം, അത് കൃത്യമായി പ്ലാൻ ചെയ്യണം. തലവേദന, പനി, ഉറക്ക്, ക്ഷീണം, കൊയക്ക് ഇതൊക്കെ റമദാൻ മാസത്തിൽ നല്ലോണം വരാറുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ചു. ആരെയാണിത് ബാധിക്കാറുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ രോഗികളെ മാറ്റി നിർത്തിയാൽ ആരോഗ്യവാന്മാരായിട്ട് ഓടി നടക്കുന്നവരിൽ ആരെയാണ് ബാധിക്കാറുള്ളതെന്ന് ചോദിച്ചാൽ അത് ഏറ്റുവാങ്ങാൻ ഒഴിവുള്ളവർക്കാണ്. കച്ചവടക്കാരൻ റമദാനിൽ അവന് കച്ചവടം സീസണാകുമ്പോൾ തിരക്ക് കൂടുമ്പോൾ ഓനൊരു ക്ഷീണമില്ല. വീട്ടിൽ സ്ത്രീകൾ അവർക്ക് വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടാവാം. പക്ഷെ 4 മണി കഴിഞ്ഞാൽ പിന്നെ 6:45 വരെയുള്ള സമയത്ത് ഒരു ക്ഷീണമില്ല. അത് തന്നെ ഒരു 6 മണിക്ക് ശേഷം തീരെ ക്ഷീണമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ
ഇത്തരം വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ഒഴിവുള്ളവനാണ് ഈ പറയുന്ന ആലസ്യവും മയക്കവും ക്ഷീണമൊക്കെ വരിക. അപ്പോൾ ഈ ഒഴിവില്ലാതെയാക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അതിനാണ് നമുക്ക് റമളാനിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാവണം. റമളാൻ 1 എന്തൊക്കെ ചെയ്യണം, ഖുർആൻ എത്ര പഠിക്കണം, എത്ര ഓതണം, കുട്ടികൾ ആരൊക്കെ നോമ്പെടുക്കണം, എവിടെയൊക്കെ രോഗസന്ദർശനത്തിന് പോകണം, എവിടെയൊക്കെ കുടുംബബന്ധം ചേർക്കാൻ പോകണം, ആരെയൊക്കെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് വിളിക്കണം, സാമ്പത്തികമായിട്ട് സക്കാത്ത് ആയാലും നിർബന്ധമാണ്, സദഖ ഇനത്തിൽ എന്ത് ചെയ്യണം. ഇങ്ങനെ ഓരോ ദിവസത്തേക്കും നമ്മൾ കൃത്യതയുള്ള ഒരു പ്ലാൻ, സാധിക്കുന്നത് മാത്രം. ഒന്നാമത്തെ നോമ്പിൻ്റെ തന്നെ ഖുർആൻ മുഴുവൻ ഓതണം എന്നൊന്നും എഴുതി വെക്കണ്ട, സാധിക്കുന്നത് മാത്രം. അതിൽ ഉറക്കമുണ്ടാവണം, വിശ്രമം ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ വരച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചാൽ ധാരാളം കാര്യങ്ങൾ നടക്കും. ആവശ്യമില്ലാത്ത ഉറക്കവും മയക്കവും ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്ലാനിങ് റമളാനിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ സാമ്പത്തികം, സക്കാത്ത് ഒക്കെ നമ്മൾ കൊടുക്കും. സ്വതക്ക നമ്മൾ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാരായ ഒരാളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ എത്ര പിരിവുകാർ വരണോ അത്ര നമ്മൾ കൊടുക്കും. ഒരു വലിയ വണ്ടി നിറച്ച് VVIPകളായ ആൾക്കാർ വലിപ്പമുള്ള റെസിപ്റ്റ് ബുക്ക് ആയിട്ട് വന്നാൽ നമ്മൾ വലിയ സംഖ്യ കൊടുക്കും. ഒരു സാധാരണക്കാരൻ കീറത്തുണി കൊടുത്ത് വേച്ച് കഷ്ടപ്പെട്ട് വീട്ടിൽ വന്നാലോ കുറച്ച് കൊടുക്കും. ആരും വന്നില്ലെങ്കിലോ ഒന്നും കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്വതക്കയുടെ കൂലി ആർക്കാ കിട്ടുക? നമ്മളെ കൊണ്ട് കൊടുപ്പിച്ച് ഈ പിരിവിന് വന്ന ആൾക്കാ കിട്ടുക. അവിടുന്ന് മാറണം. നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ പിശുക്കില്ലാതെ ധൂർത്തില്ലാതെ സാധ്യമാകുന്ന പരമാവധി എത്ര എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു വെക്കണം. അതാരും വീട്ടിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അത് നമ്മൾ കൊടുക്കും, നമ്മൾ തീരുമാനിക്കണം. അതിൽ ഇന്നവരെയൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഇന്നവർക്കൊക്കെ കൊടുക്കണം എന്ന് നമ്മൾ നീക്കി വെക്കണം. ഇത് ചില ആളുകളുടെ കാര്യത്തിൽ നാട്ടുകാർക്ക് അറിയാവാൻ ഭയങ്കര ഉദാഹരണമാണ്. ഓൻ്റെ കണ്ട് പിഴിഞ്ഞ് അവസാന തുള്ളി ചോരയും കിട്ടുന്നത് വരെ ആൾക്കാർ കൊണ്ട് വന്നിട്ട് ഓനാണെങ്കിൽ നോ പറയാൻ അറിയില്ല, കൊടുത്ത് ഓനങ്ങ് തളരും. അത് ഇസ്ലാമികമായി ശരിയല്ല. കാരണം ഓൻ്റെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും നീക്കി വെക്കണം, ഒരു പരിധി വെച്ചിട്ടുണ്ട്. വേറെ ചില ആൾക്കാർ ഇങ്ങനെ ഉദാഹരണന്മാരാണെന്ന് അറിയാത്തതുകൊണ്ട് ഓൻ്റെ വരിക്ക് ആരോട്ട് പോകില്ല. അതല്ലല്ലോ ഇത് ശരി. അപ്പോൾ ഞാൻ എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല, റെസിപ്റ്റ് പുസ്തകങ്ങളല്ല, ഞാൻ തീരുമാനിക്കണം. അപ്പോഴേ നിയ്യത്ത് എൻ്റെ മനസ്സിലാണ്ടാവേണ്ടത്, അപ്പോഴാണ് അതിന് കൂലി കിട്ടുക. അപ്പോൾ ഒരു മാസത്തെ എല്ലാ തലത്തിലുമുള്ള ഷെഡ്യൂൾ, അതിൽ സാമ്പത്തികം ഉണ്ടാകണം, നോമ്പ് തുറപ്പിക്കലുണ്ടാകണം, നോമ്പ് തുറക്കാൻ പോകലുണ്ടാകണം, ഉറക്കമുണ്ടാകണം, ഉണർച്ച ഉണ്ടാകണം, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകണം. എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും ഓരോ ദിവസവും വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അത് പാലിക്കാൻ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ റമളാൻ ധന്യമായ റമളാനായിരിക്കും. ഒരുപക്ഷേ ആ തീരുമാനം നടപ്പാക്കാൻ നമ്മുടേതല്ലാത്ത കാരണത്താൽ കഴിയാതെ പോയി നോക്കുക, അതിൻ്റെ അടുക്ക് മരിച്ചുപോയി, അല്ലെങ്കിൽ മറ്റേ രോഗിയായി കിടന്നുപോയി, എന്നാൽ പോലും ആ നിയ്യത്തനുസരിച്ച് നമുക്ക് കൂലി കിട്ടുമെന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നോമ്പുകൊണ്ട് അപ്പോൾ എന്നോട് വെച്ച് കാണാൻ വരുമ്പോലെ നോക്കാം എന്ന കുഴമ്പൻ നിലപാടിന് പകരം ഇത് ചീഫ് ഗസ്റ്റാണ്, ഒരു നിമിഷം പോലും ഇതിനെ അവഗണിച്ചുകൂടാ എന്ന ഒരു നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ഉപാധികളിലാണ് റമളാൻ നിലനിൽക്കുന്നത്. നമുക്കറിയാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇഹ്തിസാബ്. ഈമാൻ എന്ന് പറഞ്ഞാൽ റമളാനിനെ കുറിച്ച കൃത്യമായ തിരിച്ചറിവ്, റമളാൻ പ്രയോജനപ്പെടുത്താനുള്ള ശക്തമായ തീരുമാനം, റമളാൻ നൽകിയ പടച്ചവനിലുള്ള ഉറച്ച വിശ്വാസവും അവനോടുള്ള താല്പര്യവും. മനുഷ്യനടങ്ങാറാക്കണ നിയമം എന്നല്ല. ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ചിന്തകളെ ദൈവികവൽക്കരിക്കുന്ന പണിയാണ്.
ഇവിടെ ഈ അങ്ങാടിയിലേ ഒരു 3 മണിക്ക് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് നിങ്ങൾ ആളെ കാണുകയാണ്. അയാൾ മുഷിഞ്ഞ വേഷത്തിൽ തളർന്നിരിക്കുകയാണ്. നിങ്ങൾ അയാളുടെ അടുത്തുനിന്ന് ചോദിച്ച് അയാളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അയാൾ നേരം വെളുത്തതിന് ശേഷം ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടില്ല, അയാൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അയാൾ ജാതി ഏതാകട്ടെ മതം ഏതാകട്ടെ ഏതാവശ്യത്തിന് വന്നവനാകട്ടെ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? അയാൾക്ക് ഭക്ഷണം കൊടുക്കും. അയാൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കും. കാരണം എന്താണ്? ഒരു മനുഷ്യൻ വിശന്ന് കഴിഞ്ഞുകൂടുന്നത് സമൂഹത്തിന് കൂടി ബാധ്യതയാണ്, അയാൾക്ക് മാത്രമല്ല. എന്നാൽ റമദാനിലോ അവിടെ ഈമാനാണ്. ഈമാൻ്റെ പോളിസി അനുസരിച്ചോ പറ്റൂല. 5:30 മണിയാകുമ്പോൾ നോമ്പ് നോറ്റ ഒരാൾ തളർന്ന് വീഴുകയാണ്. കണ്ടവരെല്ലാവരും കൂടി ചെന്നും കണ്ട് അവന് വെള്ളം കൊടുക്കുകയാണ്. അവൻ്റെ നിലപാടെന്താ? നീ കുറച്ച് നേരം കൂടി ഉള്ളൂ, അത് വീണാക്കാം എന്ന് പറഞ്ഞാൽ ശാരീരികമായി തളർന്നപ്പോഴും മാനസികമായി അവൻ്റെ തീരുമാനം പടച്ചവൻ്റെ നിലപാടാണ് ഈ വിഷയത്തിൽ. എൻ്റെ നിലപാട് അതാണ് ഈമാൻ. എൻ്റെ പോക്കറ്റിൽ 1000 റുപ്യ ഉണ്ട്. ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ 500 റുപ്യ അയാൾക്ക് എടുത്തു കൊടുത്തു. ഇപ്പം എൻ്റെ പോക്കറ്റിൽ എത്രയാണുള്ളത്? 500 ഉള്ളൂ. 1500 പോയി 500 കുറഞ്ഞു. ഈമാനിക കാഴ്ചപ്പാടിലോ എൻ്റെ കാശ് കൂടുകയാണ്. യുർബി സ്വദഖാത്ത്, ദാനധർമ്മങ്ങളെല്ലാം വളർത്തുകയാണ്. പലിശയുടെ പണം എൻ്റെ പോക്കറ്റിൽ വരുന്നു, കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈമാനിക വീക്ഷണത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ബേസ് അതാണ്. നമ്മുടെ സുഖങ്ങളെന്നും സന്തോഷമെന്നും ശരിയെന്നും നമ്മൾ വിചാരിച്ച പലതും മാറ്റി പണിയേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈമാൻ റമദാനിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, ക്ഷീണിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. ഇങ്ങനെ നമ്മൾ ശീലിച്ച് വെച്ച ശാരീരികവും മാനസികവുമായ നിലപാടുകളെ ഒക്കെയും ഈമാനിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി തീരുമാനമെടുക്കാൻ പഠിപ്പിക്കുന്ന മാസമാണ് റമദാൻ മാസം. നമുക്കറിയാം, രാത്രി ഉറക്കമാണ് വേണ്ടത്. ഏത് യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് 8 മണിക്കൂർ അല്ലെങ്കിൽ ഏജിനും ഇതിനനുസരിച്ച് ഇത്ര മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങണം എന്നാണ്, ഇല്ലെങ്കിൽ ക്ഷീണിക്കും എന്നാണ്. പക്ഷേ ഈമാനിക കാഴ്ചപ്പാടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത്, നീ രാത്രിയുടെ പകുതി അല്ലെങ്കിൽ കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് കുറവ് നിന്ന് നമസ്കരിക്കണം. കാരണം നിനക്ക് പകല് ഇന്നലക പിന്നഹാരി സബ്ഹൻ തവീല, കുറേ പണിയെടുക്കാണ്ട്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അഷദ്ദു വത്അൻ വഅഖ്വമു ഖീല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റമദാനിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് കാര്യങ്ങളെ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ പഠിക്കുക എന്നതാണ്. രണ്ടാമത്തെ സംഗതി ഇഹ്തിസാബൻ, അഥവാ റമദാനിൽ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളെക്കുറിച്ച ബോധ്യം, അത് നേടിയെടുക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ. ഇത് രണ്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ട അളവിലുണ്ടായാൽ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു അബ്വാബുൻ നീറാൻ, നരകങ്ങളുടെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും എന്നതാണ് കാര്യം. ഇനി ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യം നോമ്പ് കാര്യക്ഷമമാക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ മറ്റ് ആരാധനാ കർമ്മങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് നോമ്പ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാക്കണം, പള്ളിയിൽ പോകണം, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഒരു നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കണം. അത് പലപ്പോഴും നമ്മുടെ ജോലിയെയും ഏർപ്പാടിനെയും ഒക്കെ ബാധിക്കും. സക്കാത്താണെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ കണക്കുകൾ കൃത്യമായി വേണം. നാട്ടിൽ ആർക്ക് കൊടുക്കണം തീരുമാനിക്കണമെങ്കിൽ നാട്ടിലെ ആളുകളുടെ സാഹചര്യങ്ങൾ പഠിക്കണം. വലിയ പണിയാണ്. ഹജ്ജാണെങ്കിൽ പൈസയും ചിലവാക്കണം, ദിവസങ്ങളും ചിലവാക്കണം, യാത്രയും ചെയ്യണം. നോമ്പോ ഒരു പണിയില്ല, ആകെ ഒരു നിയ്യത്ത് വേണം, വേറൊരു പണിയില്ല. അപ്പോൾ ആ അർത്ഥത്തിലെടുക്കുമ്പോൾ നോമ്പ് വളരെ സിമ്പിളാണ്. എന്നാൽ അങ്ങനെ തന്നെയാണോ നമ്മൾ നോക്കുക?
തിരുമേനി പറയുന്നുണ്ട്, ഇദാ സുംത, നീ നോമ്പെടുത്താൽ ഫൽയസും സംഉക, നിന്റെ കേൾവി നോമ്പെടുക്കണം. നമ്മൾ ഈ കൂടുതൽ റൂമുകളൊക്കെ ഉള്ള വീടുകളിൽ എല്ലാ റൂമിലും കയറിയിട്ട് കുട്ടികളിങ്ങനെ വൃത്തികേടാക്കുമ്പോൾ ക്ലീൻ ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് സ്ത്രീകൾ എടുക്കുന്നൊരു നിലപാടാണ്. ചില റൂമൊക്കെ പൂട്ടിയിടും, പൂട്ടിയിടും, പിന്നെ ആ റൂമുക്ക് ശല്യമില്ല. അങ്ങനെ പൂട്ടിയിടാൻ പറ്റുന്ന ഒരവയവമാണ് നമ്മളെ വയറ്. വെള്ളം കുടിക്കണ്ട, വറ്റും തിന്നണ്ട, ലോക്ക് ചെയ്യാം. ചെവിയോ ഈ ഏർപ്പാടിന് ഇതുവരെ വാതിൽ വെച്ചിട്ടില്ല, ഡോറില്ല. അപ്പം അതുകൊണ്ട് ഇത് പൂട്ടിയിടാൻ കഴിയില്ല. അപ്പം നിന്റെ ചെവി പൊട്ടനാകണം എന്നല്ല അല്ലാഹു റസൂൽ പറഞ്ഞത്. അങ്ങനെയാണ് എളുപ്പമായിരുന്നു. റസൂൽ പറഞ്ഞെന്താ? ചെവി നോമ്പെടുക്കണം എന്നാ. നോമ്പെടുക്കാൻ എന്താ? പോസിറ്റീവായ ശരിയായ കാര്യങ്ങൾ പരമാവധി ചെവി കൊണ്ട് ചെയ്യണം, നെഗറ്റീവായ കാര്യങ്ങൾ തീരെ ചെയ്യാതെക്കണം. അപ്പൊ ചെവിയുടെ നോമ്പ് വയറിൻ്റെ നോമ്പിനേക്കാൾ സങ്കീർണമാണ്. കേൾക്കണം, കേട്ടിട്ട് താല്പര്യത്തോടു കൂടി അത് ഫോളോ ചെയ്യണമോ, അത് ഉൾക്കൊള്ളണമോ, അത് തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കാൻ ഓരോ സമയവും നേരത്തെ പറഞ്ഞ ഈമാൻ വിജിലൻ്റായിട്ട് നിൽക്കണം. വൈകുന്നേരം 6:30 വരെ വെള്ളമില്ല, വറ്റൂല, കൃത്യമായി നോമ്പെടുത്തു. 7 മണിക്കാണ് നോമ്പ് തുറക്കേണ്ട സമയം എന്ന് വെച്ചോളി. 6:35 ആയപ്പോൾ ബോധപൂർവം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. എന്തായിരിക്കും ആ നോമ്പിൻ്റെ അവസ്ഥ? പോയി. ഇനി വേറൊരു ദിവസം 6:30 മുതൽ 7 മണി വരെ നോമ്പ് പറ്റാൻ മതിയോ? പോരാ, തൽക്കെന്നെടുക്കണം. പക്ഷെ അത് നമ്മളെടുത്ത് കണക്കുണ്ടാവും. ഒരു നോമ്പ് ഞാൻ വെള്ളം കുടിച്ച് മുറിച്ചിട്ടുണ്ട്, അത് കലാവ് കൂട്ടേണ്ടതുണ്ട്, നമ്മളെടുത്ത് കണക്കുണ്ടാവും. എന്നാൽ ചെവിയുടെ നോമ്പോ ഇടയ്ക്കെപ്പോഴോ കേൾക്കാൻ പാടില്ലാത്ത ശുഭകരമല്ലാത്ത കാര്യങ്ങൾ ആദർശികമായിട്ട് കേട്ടുപോകും, അതിന് നിവൃത്തിയില്ല. പക്ഷെ അതിൽ താല്പര്യപ്പെടുകയും അത് വീണ്ടും കേൾക്കുകയും അതിൻ്റെ പിന്നാലെ കൊടുക്കുകയും ചെയ്താൽ നോമ്പ് മുറിഞ്ഞു. പക്ഷെ മുറിഞ്ഞ നോമ്പിൻ്റെയും കലാവ് കൂട്ടാനുള്ള നോമ്പിൻ്റെയും അക്കൗണ്ടിൽ നമ്മളത് എഴുതി വെക്കുമോ? ഇല്ല. അപ്പം ഇതിനേക്കാൾ സങ്കീർണമാണ് അത്. പിന്നെ പറഞ്ഞത് വബസറുക, നിന്റെ കണ്ണും, വലിസാനുക, നിന്റെ നാവും. ഓരോന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ അവയവങ്ങൾക്കൊക്കെ ഉണ്ട് ഈ പ്രശ്നം. ഇതൊക്കെ നോമ്പെടുക്കണം. എങ്ങനെ? അനിൽ കദിബി വൽ മഹാര്യം, കളവിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. വദഅ അദൽ ജാർ, അയൽവാസിയെ പീഡിപ്പിക്കുന്ന ഏർപ്പാട് നിർത്തണം. വൽയകുൻ അലൈക സകീന, നിനക്ക് കുറച്ച് ശാന്തി വേണം. വഖാർ, ഗാംഭീര്യവും വേണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സബ, നോമ്പെടുത്ത ദിവസവും നോമ്പ് ഒഴിവാക്കിയ ദിവസവും ഒരുപോലെ ആകരുത്. അപ്പോൾ നോമ്പുകാരൻ വിജിലൻ്റ് ആവണം. നോമ്പുകാരൻ കാര്യബോധമുള്ളവനാകണം. നോമ്പുകാരൻ സീരിയസ് ആവണം. എന്താ കാരണം? അവൻ്റെ കണ്ണുകൂടി കാണുന്ന കാഴ്ചകൾ, ചെവിയിലൂടെ വരുന്ന വാർത്തകൾ, നാവിലൂടെ വരുന്ന വർത്തമാനങ്ങൾ, ഇതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വേണ്ടതും വേണ്ടാത്തതും തീരുമാനിച്ച് ജാഗ്രതയോടെ നിലപാടെടുക്കാൻ അവന് പറ്റണം. നമ്മളെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോറ്റാൽ വാടിയിട്ടാണ്. റസൂൽ പറഞ്ഞ നോമ്പ് നോറ്റാൽ വാടാനല്ല, വഖാർ, ഗാംഭീര്യം. കാരണം നീ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സഹവാസിയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നോമ്പ് ഖുർആനിലേക്കുള്ള കവാടമാണ്. നമ്മൾ പറഞ്ഞു ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആരൊക്കെ ഖുർആനുമായി സഹകരണത്തിലും സൗഹൃദത്തിലുമാകുന്നോ അവരെയൊക്കെ അങ്ങേയറ്റത്തെ പരിഗണന കൊടുത്ത് പദവി കൊടുത്ത് അംഗീകരിക്കും. തൊട്ടതിനെയൊക്കെ പൊന്നാക്കുക എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖുർആൻ കൊണ്ടുവന്ന് തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പേരിപ്പോൾ എന്താ? അർ-റൂഹ്, തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ. മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പെട്ടതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷേ മലക്കുകളുടെ ലീഡറായതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്ന റൂഹു ഫീഹാ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ലീഡറായി മാറി. ആ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ട് ഖുർആൻ കൊടുത്തതാർക്കാ?
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അദ്ദേഹം ആരാ? അഫ്ളലുൽ ബഷറല്ല, അഫ്ളലുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ തന്നെ ശ്രേഷ്ഠനാണ്. അതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു സൃഷ്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആൻ തന്നെ പേരെടുത്ത് വിളിച്ച മാസം ഷഹ്റു റമളാൻ. ഖുർആൻ ഇറങ്ങിയ രാത്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായത്. ഖുർആൻ ഏറ്റെടുത്ത ഉമ്മത്ത്, മുസ്ലിം സമൂഹം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഏറ്റവും ഉത്തമ സമൂഹം. ഖുർആൻ ഇറങ്ങിയ കാലം ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ ഏറ്റവും നല്ലത് എൻ്റെ നൂറ്റാണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരുത്തൻ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. ചുരുക്കത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഖുർആനുമായി നമുക്ക് നമ്മെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിരുമേനി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ ഗ്രന്ഥം കൊണ്ട് ചില ആളുകളെ അള്ളാഹു ഉയർത്തും, വയളഉ ബിഹി ആഖരീൻ, വേറെ ചിലരെ താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് ഖുർആൻ വഴി ഉയരാൻ, വളരാൻ, പൊങ്ങാൻ ശ്രമിക്കുക എന്നത് റമദാനിൽ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഷയമാണ്. സ്വർഗത്തിൽ എത്രത്തോളം ഉയർന്ന പദവി നമുക്ക് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാന്നറിയോ നിങ്ങൾക്ക്? ആരാ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അധികാരപരിധിപ്പെട്ട കാര്യമാണ്. പക്ഷേ അള്ളാഹു നമുക്ക് തന്നെ വകച്ചു വന്നിക്കാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ കൂട്ടാളിയോട് പറയപ്പെടും, ഇഖ്റ, ഓത്, വർത്തഖി, കയറ്, ഓത്, കയറ്. ഓതിനനുസരിച്ച് അങ്ങനെ മേലോട്ട് കയറിപ്പോവാണ്. വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവിൽ നീ ഈണവും രാഗവും തജ്വീദൊക്കെ പാലിച്ച് ഓതിയിരുന്ന പോലെ ഓത്. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറൗഹ, നീ ഓതി ഓതി അവസാനിപ്പിക്കുന്ന അവസാനത്തെ ആയത്ത് ഓതുമ്പോൾ എത്ര മേലെയാണോ അവിടെയാണ് നിന്റെ സ്ഥാനം. അപ്പോൾ സ്വർഗത്തിലെ നമ്മുടെ പ്രമോഷൻ ഉറപ്പുവരുത്തേണ്ടത് വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നോമ്പുകാരൻ്റെ ഏറ്റവും ശക്തമായ ആയുധമാണ് ദുആ അഥവാ പ്രാർത്ഥന. അത്ര മൂർച്ചയുള്ള വേറൊരു ആയുധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 വിഭാഗം ആളുകളുടെ ദുആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ഒരു കാരണവശാലും തള്ളപ്പെടാത്ത 3 വിഭാഗം. അതിൽ ഒന്നാമത്തെ സ്ഥാനം അസ്വാഇമു ഹത്താ യഫ്തർ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള സമയം അവൻ്റെ ദുആ അല്ലാഹു തള്ളുകയില്ല. പിന്നെ വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയും വദഅവത്തുൽ മദ്ലൂം, ഇരയുടെ പ്രാർത്ഥനയാണ്. യർഫഉഹ അല്ലാഹു ഫൗഖൽ ഗമാം, ഈ 3 കൂട്ടരുടെയും പ്രാർത്ഥനയെ അല്ലാഹു മേഘത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തും. വയഫ്തഹു ലഹ അബ്വാബസ് സമാ, ആ പ്രാർത്ഥനകൾ ഇങ്ങനെ വരുമ്പോൾ ആകാശ കവാടങ്ങൾ അതിനുവേണ്ടി തുറന്നു കൊടുക്കും. വയഖൂലു റബ്ബ്, അതിലും തുറന്നിട്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് ആ ദുആ വരുമ്പോൾ റബ്ബ് പറയും, ഫഇസ്സത്തി, എൻ്റെ അന്തസ്സ്, എൻ്റെ പ്രതാപമാണ് സത്യം, ലഅൻസുറന്നക, നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, വലൗ ബഅദ ഹീനിൻ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ ദുആഇന് ഉത്തരം ഉറപ്പാണ് എന്നാണ് പറഞ്ഞത്. ചോദിക്കുന്നതൊക്കെ നൽകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ വീട്ടിൽ ഷോക്കേസിൽ കുറച്ച് വിലയുള്ള, വേഗം കേടുവരാൻ സാധ്യതയുള്ള, നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എപ്പോഴും നിങ്ങളെ വീട്ടിൽ വരുന്ന, നിങ്ങളെ വീട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ തൊട്ടയൽവകത്തെ കുട്ടികൾ നിങ്ങാണ്ട് അത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തു കൊടുക്കുമോ? കൊടുത്താൽ കേടെടുത്തുനിന്ന് ഉറപ്പാണ്, കൊടുക്കൂല.
അതിനു വേണ്ടി കുട്ടി ഇനി കരഞ്ഞാലും ശരി, അത് കൊടുക്കൂല. അതേ സമയത്ത് ഞാൻ നേരത്തെ നിങ്ങളോടൊരു അതിഥിയെക്കുറിച്ച് പറഞ്ഞു. കുറേ ദൂരത്തുനിന്ന് വരുന്ന, നാളെ രാവിലെ 10 മണിക്ക് വരും എന്ന് പറഞ്ഞ വിശിഷ്ടാതിഥി. ആ അതിഥിൻ്റെ ഒപ്പം വന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ ചൂണ്ടിയിട്ട് അത് വേണമെന്ന് പറഞ്ഞാലോ, നമ്മളതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളൊക്കെ തോണ്ടിയിട്ട് അതാണോ എന്നൊക്കെ ചോദിച്ചു നോക്കും. കുട്ടി ദിമത്തന്നെ പിടിച്ചു നിന്നാൽ നമ്മളെടുത്തു കൊടുക്കും. കേട് വന്നാലും കുഴപ്പമില്ല, എടുത്തു കൊടുക്കും. കാരണം എന്താ, ആ കുട്ടിക്ക്, ആ കുട്ടിയോടൊപ്പം വന്ന അതിഥികൾക്ക് നമ്മൾ നൽകുന്ന പരിഗണന അതാണ്. ഇവിടെ ചോദിക്കുന്നതൊക്കെ അല്ല തരുന്നതാണ്. ആ പരിഗണന സാധാരണ കൊടുക്കാറുള്ളത് മലക്കുകൾക്കും പ്രവാചകന്മാർക്കും ശുഹദാവിനൊക്കെയാണ്. അതുപോലെ 100% ശുഹദാവിനൊക്കെയാണ്. ആ പദവിയാണ് അള്ളാഹു ഇവിടെ നോമ്പുകാരന് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം? നോമ്പുകാരൻ, നേരത്തെ ഞാൻ ഈമാൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ, എല്ലാ കാര്യത്തിലും എൻ്റെ ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുന്നവനാണ്. സ്വന്തം ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന. മലക്കുകളുടെ സ്വഭാവം എന്താ? ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും. അവരോട് എന്ത് കൽപ്പിച്ചാലും നോ പറയില്ല, അതവരനുസരിക്കും. ആ സ്വഭാവമാണ് ആർക്കുള്ളത്? നോമ്പുകാരനുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തും നൽകും എന്ന് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുന്ന ദിനങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു വർക്കിംഗ് കലണ്ടർ, ഓരോ സമയത്തും ചെയ്യേണ്ട പണി. ആ പണി കൃത്യതയോടെ ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഉറങ്ങാനേ ആ പദ്ധതിയിൽ അവസരം ഉണ്ടാവുള്ളൂ. അയാൾ വെറുതെ ഉറങ്ങി വൈകുന്നേരം ആക്കൂല. അപ്പം അങ്ങനെ പണിയെടുക്കുന്ന ഒരാൾ അയാളുടെ ശരീരം സമ്മതിക്കാത്തത് കൊണ്ട്, അമിതമായ ക്ഷീണം കൊണ്ട്, പ്രയാസം കൊണ്ട്, ആലസ്യം കൊണ്ട് ഉറങ്ങിപ്പോവാണ്. ആ വർക്കിനെ കുറിച്ച് റസൂൽ പറഞ്ഞത് അസ്വാഇമു ഫി ഇബാദ വഇൻ കാന നായിമൻ അലാ ഫിറാശി. നോമ്പുകാരൻ ഇബാദത്തിലാണ്, അവൻ ബെഡ് കിടന്ന് ഉറങ്ങുകയാണെങ്കിലെന്നാണ്. ആ ഹദീസ് തെറ്റായിട്ട് മനസ്സിലാക്കരുത് കേട്ടോ. നോമ്പ് പോയിട്ട് ഉറങ്ങിയാലും കൂലിയിട്ടും. അതുകൊണ്ട് നോമ്പിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഉറക്കാണെന്ന് വായിക്കണ്ട. ഉറങ്ങാതിരിക്കാനുള്ള വലിയ സമ്മർദ്ദമാണ് നോമ്പ്. കാരണം പരമാവധി പ്രതിഫലം ആർജിക്കാനുള്ള മത്സരമാണത്. പക്ഷെ ആ മത്സരത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടും ഒരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ക്ഷീണവും പ്രയാസമുള്ളത് കൊണ്ടാണ്. അത്തരം ഘട്ടങ്ങളിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും പ്രാർത്ഥന കാര്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്കൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഗൾഫിലുള്ള ഒരു മകനും ഭാര്യയും നാട്ടിലുള്ള ഉമ്മാക്കും സഹോദരിക്കും ഗൾഫിലേക്കൊന്ന് വിസിറ്റിങ്ങിന് വരാൻ വേണ്ടിയിട്ട്, ഓരോരുത്തർ പോയി 2 ആഴ്ച നിന്ന് പോരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തു. പോകുന്നത് അടുത്ത ഏപ്രിൽ 11-നാണ്. ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ആ ടിക്കറ്റ് എടുത്ത അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി അരമണിക്കൂറിൽ കുറയാത്ത വീഡിയോ കോള് ഈ കുട്ടികൾ വീട്ടിലേക്ക് നടത്താറുണ്ട്. എല്ലാ ദിവസവും കോളിലുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയം ഇവർക്ക് 2 ആൾക്കും കൂടി കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ള 80 കിലോഗ്രാമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ ലിസ്റ്റ് വരും. പഴയത് വെട്ടും, പുതിയത് കൂട്ടും, വെട്ടും കൂട്ടും, വെട്ടും കൂട്ടും, അങ്ങനെ തുടരുകയാണ്. തിരിച്ചവരിങ്ങോട്ട് വരുമ്പോൾ എന്ത് കൊണ്ടുവരണം എന്നുള്ള ലിസ്റ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്ര തീരുമാനിച്ചാൽ ആ യാത്രയെക്കുറിച്ച് നമ്മുടെ നിലപാട് ഇതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു യാത്ര ഉണ്ട്. അതിൽ കിലോൻ്റെ കണക്കില്ല, അൺലിമിറ്റഡാണ്, എത്രയും കൊണ്ടുപോകാം. പക്ഷേ ആ പോകുന്ന ലോകത്ത് മൂല്യമുള്ള, മാർക്കറ്റുള്ള, വിലയുള്ള വസ്തുക്കളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ വസ്തുക്കളെയാണ് നമ്മൾ അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. ടിക്കറ്റ് ഒന്നും എടുത്തു വെക്കണ്ട, മുൻകൂട്ടി തീരുമാനിക്കണ്ട. കൃത്യസമയമാകുമ്പോൾ വണ്ടിയായിട്ട് ആൾ വരും, നമ്മൾ പോയേ പറ്റൂ. ആ യാത്രയ്ക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണതാണ്. അങ്ങനെ ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ
അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ അധ്വാനത്തിൽ, കുറഞ്ഞ സമയപരിധിയിൽ വലിയ വിഭവങ്ങൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഷഹ്റു റമളാൻ. റമളാൻ മാസം പരമാവധി വാരിക്കോരി സമ്പാദിക്കാൻ ആ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പോരായ്മകളും വീഴ്ചകളും റമളാൻ മാസം ഉപയോഗപ്പെടുത്തി പരിഹരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി തുണക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ ഏറെ വർദ്ധിപ്പിക്കാൻ, തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ മാനസികാവസ്ഥയും ഈമാനും ആരോഗ്യവും തഖ്വയും ഒക്കെ നൽകി അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അവൻ്റെ സ്നേഹകാരുണ്യം കൊണ്ട് നമുക്കനുവദിച്ചു തന്നിട്ടുള്ള ഈ സമയം അതിൻ്റെ നിലയും വിലയും തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ഹിദായത്തിൻ്റെ വഴിയിലേക്ക് തെളിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളും പ്രായമായവരുമൊക്കെയുണ്ട്. ആരോഗ്യത്തോടുകൂടി റമളാനിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവരെ പ്രത്യേകം തുണക്കുമാറാകട്ടെ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. اللهم إنا نسألك إيمانا كاملا ويقينا صادقا وقلبا خاشعا ولسانا ذاكرا وبدنا صابرا وعلما نافعا وعملا مقبولا ورزقا حلالا طيبا وعمرا واسعا في طاعتك طويلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك لنا في شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.